എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശ് പോരുന്ന വഴിയിൽ സേവ്യറിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അവിടുന്ന് അടിയുണ്ടാകുന്നതിനിടയ്ക്ക് നാഗേന്ദ്രൻ ഓടി രക്ഷപ്പെട്ടായിരുന്നല്ലോ, അയാൾ എങ്ങോട്ടാണ് പോയത്, ഏത് വഴിക്കാണ് പോകുന്നത് എന്ന് ഒന്ന് ട്രാക്ക് ചെയ്ത് പറയുന്നു. അന്നേരം നോക്കിയിട്ട് സേവ്യർ പറയുന്നുണ്ട് ഒരു ഇടവഴി കയറിയാണ് പോകുന്നതെന്ന്. അതനുസരിച്ച് ആദർശ് പുറകെ പോരുകയും നാഗേന്ദ്രനെ വണ്ടി കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പുറകെ പോവും. ഒറ്റയ്ക്ക് ചെയ്ത് നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പം നാഗേന്ദ്രൻ ആകെ ടെൻഷനിലാണ്. നാഗേന്ദ്രന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. ചെല്ലുന്നത് പിടിച്ചിറക്കിയിട്ട് അടി കൊടുക്കാനാണ് തുടങ്ങുന്നത് ആദർശ്. എന്നിട്ട് പറയുന്നുണ്ട്, താൻ എന്താ വിചാരിച്ചത്, കുറച്ച് മുമ്പ് താൻ വലിയ ഗമയ്ക്ക് ഇവളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞല്ലോ, അതിനു മുമ്പേ ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത് താനാണ് എന്ന് ഞാൻ അറിഞ്ഞതാണ്. പിന്നെ എൻ്റെ മുത്തശ്ശനും പറഞ്ഞായിരുന്നു നമ്മളെ തകർക്കാനായിട്ട് ആരോ ഉണ്ട്, AN ജ്വല്ലറിയുടെ തലപ്പത്ത് ഡേവിഡ് അല്ല എന്ന് വരെ മുത്തശ്ശൻ കണ്ടെത്തിയതായിരുന്നു. പിന്നെ താനാണോ ഇതിൻ്റെ പിന്നിലെന്ന് എനിക്ക് ഉറപ്പിക്കണമായിരുന്നു, അതിനു വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, പണ്ട് എന്നെ ആ വീട്ടിൽ നിന്നും നിൻ്റെ മുത്തശ്ശൻ അടിച്ചിറക്കി വിട്ടതാണ് തെറ്റിദ്ധാരണയുടെ പുറത്ത്, അങ്ങനെയാണ് എൻ്റെ ജീവിതം നിൻ്റെ മുത്തശ്ശൻ തകർത്തത് എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശനല്ല തൻ്റെ ജീവിതം തകർത്തത്, പിന്നെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന സ്വഭാവം തനിക്കും തൻ്റെ മോനും ഒക്കെയാണ് ഉള്ളത്, അത് അവൻ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അവനെ ആ വീട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കേണ്ട സമയം കഴിഞ്ഞതാണ്, എന്നിട്ട് ഇപ്പോഴും അത് പെൻഡിങ്ങിൽ വെച്ചേക്കുന്നതിന് കാരണം എൻ്റെ ഭാര്യയുടെ ചേച്ചിയാണ് അവൻ്റെ ഭാര്യ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ്, അതും ഒരുപാട് കാലമൊന്നും മുന്നോട്ട് പോകില്ല എന്നൊക്കെ പറയുന്നു. അന്നേരം മാളവിക പറയുന്നുണ്ട്, അതിൻ്റെ ഗുണം അവൻ കാണിക്കുകയും ചെയ്തു. ഇന്ന് എന്നെ ഒരു ഹോട്ടൽ മുറിയിലേക്കാണ് അവൻ കൂട്ടിക്കൊണ്ടുപോയത്, പക്ഷെ പോകുമ്പോൾ അതല്ല അവൻ എന്നോട് പറഞ്ഞത്, ഫുഡ് കഴിക്കാനാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. എന്നിട്ട് അവൻ അവൻ്റെ തനി സ്വരൂപം കാണിച്ചു. ആ റൂമിലെത്തിയതിന് ശേഷം അവനുള്ളത് കൊടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, പക്ഷെ തന്നെപ്പറ്റി ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നു. ഏതായാലും ആദർശ് പറയുന്നുണ്ട്, ഇനി താൻ ഈ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അന്ന് മുത്തശ്ശൻ ജീവനോടെയാണ് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടത്, പക്ഷേ ഇനി അങ്ങനെ ഒരു പരിഗണന ഉണ്ടാകുകയില്ല, തന്നെ കൊന്നു കുഴിച്ചു മൂടും. ഇനി അനന്തപുരിയിൽ ആർക്കെങ്കിലും താൻ മൂലം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ തൻ്റെ മകൻ്റെ കാര്യം, തൻ്റെ മകൻ്റെ സ്വഭാവം എന്താണെന്ന് തനിക്കറിയാവോ? ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പെൺകുട്ടി കൂടിയുണ്ട്, ചന്തുമോള്. അത് ആരുടെ ചോരയാണ് എന്ന് തനിക്കറിയാവോ? തൻ്റെ മകൻ്റെ ചോരയാണ്, അതാണ് അവൻ്റെ സ്വഭാവം. എത്ര ഭാര്യമാരും എത്ര പിള്ളേരും ഉണ്ടെന്ന് ഇനി അന്വേഷിച്ചാൽ അറിയാം. അതുപോലെ തന്നെയാണോ താനും? തനിക്കും ഒരുപാട് ഭാര്യമാരും കുട്ടികളും ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് ഒരേ ഒരു ഭാര്യയെ ഉണ്ടായിട്ടുള്ളൂ, അത് ജലജയാണ്. സ്വത്തിനും ആർഭാട ജീവിതത്തിനും വേണ്ടി അവൾ എന്നെ തള്ളി പറഞ്ഞു എങ്കിൽ പോലും എനിക്ക് ആ ഒരു ഭാര്യ ഉണ്ടായിട്ടുള്ളൂ. അവളിലുണ്ടായ 2 മക്കളെ ഓർത്ത് തന്നെയാണ് ഞാൻ മുന്നോട്ട് ജീവിച്ചത്. അതുകൊണ്ടാണ് എൻ്റെ കമ്പനിയുടെ ആദ്യത്തെ എൻ്റെ 2 മക്കളുടെ ഓർമ്മയ്ക്കാണ് അങ്ങനെ കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മക്കളെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. അബിയെ ഞാൻ കണ്ടിരുന്നു, പക്ഷേ അവന്തിക ഇപ്പം നിങ്ങളുടെ പക്ഷമല്ലേ, അതുകൊണ്ട് ഞാൻ അവളെ വിളിക്കാനോ സഹകരിക്കാനോ ഒന്നും പോയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഒന്നുകൂടി ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് ആദർശ് അവിടുന്ന് പോരുന്നത്. ഏതായാലും ഇത്രയൊക്കെ കാണിച്ചു വെച്ചവൻ അവന്തികയായിട്ടൊരു ബന്ധമുണ്ടോ എന്നൊന്ന് അന്വേഷിക്കായിരുന്നു. ഇവർ ബിസിനസ്സുകാരും വലിയ ബുദ്ധിമാന്മാരും ഒക്കെ അല്ലേ, ഏതായാലും കണ്ടുപിടിക്കുമെന്ന് അറിയില്ല. അവിടുന്ന് തിരിച്ചു പോരുന്ന ആദർശ് മാളവികയോട് പറയുന്നുണ്ട്, ഇനിയും ഈ കാര്യങ്ങളൊന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല, മുത്തശ്ശനെ ഒന്ന് വിളിക്കട്ടെ, എടുക്കുമോയെന്നറിയില്ല, എങ്കിലും ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറയുന്നു. എന്നിട്ട് മുത്തശ്ശനെ വിളിക്കുക കേട്ടോ. അന്നേരം ഫോൺ റിങ് ചെയ്യുമ്പം ആദർശാണെന്ന് കാണുന്നുണ്ട്, എന്നിട്ട് മുത്തശ്ശനെ എടുക്കുന്നില്ല. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് മുത്തശ്ശി വന്നിട്ട്, ഇത് ആദർശ് മോനാ എന്ന് പറഞ്ഞ് എടുക്കും. എന്നിട്ട് എന്താ മോനെ നീ എന്തിനെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പം മുത്തശ്ശൻ അടുത്തുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് കൊടുത്തേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുക. അന്നേരം മുത്തശ്ശൻ പറയും, എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എനിക്ക് മുത്തശ്ശനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് ഫോൺ എടുത്തില്ലെങ്കിൽ ഞാൻ നേരിട്ട് അങ്ങോട്ട് വരാൻ പോവുകയാണ് എന്ന് പറയും. അന്നേരം ഈ കാര്യങ്ങളെല്ലാം മുത്തശ്ശനോട് പറയുമല്ലോ. അപ്പോൾ മുത്തശ്ശൻ പറയും, ഫോൺ ഇങ്ങ് തന്നേരെയെന്ന്. അങ്ങനെ മുത്തശ്ശിയുടെ നിന്ന് മുത്തശ്ശൻ ഫോൺ മേടിച്ച് കഴിയുമ്പം ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശൻ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് വെച്ചോളാം. ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പം 2 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, നമ്മുടെ കമ്പനിയെ തിരിച്ച് കയറ്റുമെന്നും അതുപോലെ നമ്മളുടെ ശത്രുക്കൾ ആരാണ് എന്ന് കണ്ടെത്തുമെന്നും. ഇത് 2ഉം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി എന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമ്മുടെ കമ്പനി പണ്ടത്തെ പോലെ തന്നെ ആ ഒരു പ്രതാപത്തിലേക്ക് തിരിച്ചെത്തി. അതുപോലെ നമ്മുടെ ശത്രുവിനെയും ഞാൻ കണ്ടെത്തി. ചിറ്റപ്പനാണ് നമ്മുടെ ശത്രു, ഞാനിപ്പോൾ നേരെ കണ്ടിട്ടാണ് വരുന്നത്, ഇത്രയും അറിയിക്കാനാണ് ഞാൻ വിളിച്ചത് എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതുകൂടാതെ കുറച്ച് കാര്യങ്ങൾ കൂടി നീ അറിയാനുണ്ട്, അത് നീ വീട്ടിലോട്ട് ചെന്ന് നിൻ്റെ ഭാര്യയോട് ചോദിക്കുക, അപ്പോഴറിയാമെന്ന് പറയും. അന്നേരം എന്താ മുത്തശ്ശ, എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ചെല്ലടാ, ചെന്ന് നയനോട് ചോദിക്കുക എന്ന് പറയുന്നു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. ആദർശ് ഫോൺ വെച്ച് കഴിയുമ്പോൾ മുത്തശ്ശൻ ഭയങ്കര സന്തോഷത്തിലാണ്. മുത്തശ്ശൻ പറയുവാണ്, പട്ടാഭിഷേകത്തിന് സമയമായല്ലോ എന്ന്. അന്നേരം മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷം. അപ്പോൾ
കുട്ടികളെ ഇങ്ങോട്ട് വിളിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ വെറുതെ വിളിച്ചാൽ പോരാ, അവൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് കയറി വരുന്നത് അവൻ്റെ നഷ്ടപ്പെട്ട കിരീടവും ചെങ്കോലും നേടിയെടുക്കാൻ വേണ്ടിയാണ്. അതവൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും അതവനെ തിരിച്ചേൽപ്പിക്കണം. എനിക്കതിൽ വലിയ വിരോധമൊന്നും ഉണ്ടാകുകയില്ല, അതെനിക്കറിയാം. പിന്നെ അനിയുടെ വിവാഹ നിശ്ചയം അതും നടത്തണ്ടേ, അതിന് അവന് കുറച്ച് എതിർപ്പുണ്ടല്ലോ, അതും മാറാൻ ആദർശം നയനും ഈ വീട്ടിലോട്ട് എത്തുന്നത് നല്ലതാണ്. അവർ നന്നായിട്ടൊന്ന് അനിയെ ഉപദേശിക്കട്ടെ, അല്ലെങ്കിൽ അവന്തിക മോളെ ഇനിയും വിഷമിപ്പിക്കേണ്ടി വരും, അത് സംഭവിച്ചുകൂടാ എന്ന് മുത്തശ്ശൻ പറയുന്നു. അന്നേരം മുത്തശ്ശി ഭയങ്കര സന്തോഷത്തോടെ അത് കേട്ട് നിൽപ്പുണ്ട്. പിന്നീട് ആദർശനെയാണ് കാണിക്കുന്നത്. ആദർശം മാളവികയും നേരെ വീട്ടിലോട്ട് എത്തുന്നു. വീട്ടിലോട്ട് ചെല്ലുമ്പം നയന നല്ല ടെൻഷനിലിരിക്കുമായിരുന്നു. കാരണം ഇടയ്ക്കൊക്കെ വിളിച്ചിട്ട് ഇവർ ഫോൺ എടുക്കുന്നില്ലായിരുന്നു, അതിൻ്റെ ഒരു ടെൻഷൻ. ഏതായാലും വന്ന് കയറുന്നതേ ചോദിക്കും, എന്താണ് താമസിച്ചത്, ഞാൻ ഫോൺ വിളിച്ചിട്ട് എന്താണ് എടുക്കാണ്ടിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം ആദർശ് പറയുന്നുണ്ട്, വലിയൊരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുവാണ്, ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്നാണ് തിരിച്ചു കയറി വരുന്നത് എന്ന് പറയുമ്പം എന്താണ് സംഭവം എന്ന് ചോദിക്കും. അന്നേരം നടന്ന കാര്യങ്ങൾ മൊത്തം പറയുമ്പം ഇത്രയും വലിയ സംഭവങ്ങൾ നടന്നായിരുന്നോ ഈശ്വര, ഞാനിതൊന്നും അറിഞ്ഞില്ല, ഏതായാലും ജീവൻ നഷ്ടപ്പെട്ടില്ലല്ലോ, പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ എന്നോർത്തിങ്ങനെ ഒന്ന് സമാധാനപ്പെടുന്നുണ്ട് നയന. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഈ കാര്യങ്ങൾ മാത്രമല്ല നടന്നത്, ഞാൻ ഇനിയും കുറേ കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് മുത്തശ്ശനെ വിളിച്ചപ്പോൾ മുത്തശ്ശൻ എന്നോട് പറഞ്ഞു, അതിനുള്ള ഉത്തരം തരേണ്ടത് നീയാണ് എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ആദർശനകത്തോട്ട് പോവാം, നമുക്ക് സംസാരിക്കാമെന്ന്. അന്നേരം മാളവി പറയും, നിങ്ങൾ സംസാരിച്ചു, ഏതായാലും ഞാൻ പോകുക എന്ന്. അന്നേരം എന്തിനാ ധൃതി കാണിക്കുന്നത്, കുറച്ച് കഴിഞ്ഞ് പോകാമെന്ന് പറയുമ്പം ഇല്ല, നിങ്ങൾ സംസാരിക്കുക, എനിക്കിനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് മാളവിക അവിടുന്ന് ഇറങ്ങുന്നു. ഏതായാലും മാളവിക പോയതിന് ശേഷം ആദർശ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പം നയന പറയാൻ തുടങ്ങുവാണേ. അന്നേരം ആദർശ് പറയുന്നുണ്ട്, നമ്മൾ ഇതിനു മുമ്പ് ഒരു ഡീൽ വെച്ചായിരുന്നു, നമ്മൾ ഒരിക്കലും ഇനി പരസ്പരം ഒരു കാര്യവും മറച്ചു വെക്കില്ല എന്ന്. ഇനിയും അങ്ങനെ ഒരു കാര്യമാണ് നീ എന്നോട് പറയാൻ തുടങ്ങുന്നത് എങ്കിൽ എൻ്റെ സ്വഭാവം ഈ രീതിയിലായിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം നയന പറയും, അതെല്ലാം നല്ലതിനാണ് എങ്കിൽ ആദർശേട്ടൻ എന്നോട് പഴയ പോലെ പ്രതികരിക്കുമോ, എന്നോട് പിണങ്ങോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ സംഭവം എന്ന് ചോദിക്കും. അന്നേരം നയന കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുന്നു. മുത്തശ്ശൻ ഒരിക്കലും മനസ്സുകൊണ്ട് ആദർശേട്ടനെ വെറുത്തല്ല അവിടുന്ന് ആദർശേട്ടനെ ഇറക്കി വിട്ടത്, അവിടുന്ന് ഇറങ്ങിപ്പോരുന്ന ആദർശേട്ടന് വാശി തോന്നും, അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയെ തിരിച്ചു കയറ്റാനും നമ്മുടെ ശത്രുക്കളെ കണ്ടെത്താനും എല്ലാം ആദർശേട്ടൻ ശ്രമിക്കുമെന്ന് മുത്തശ്ശൻ അറിയായിരുന്നു. അങ്ങനെ ഒരു ദേഷ്യവും വൈരാഗ്യവും വാശിയും ഒക്കെ ആദർശേട്ടന് തോന്നാൻ വേണ്ടിയാണ് മുത്തശ്ശൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം നിനക്ക് നേരത്തെ അറിയാവുന്ന കാര്യമായിരുന്നോ എന്ന്. അന്നേരം നയന പറയും, ഇല്ല, എനിക്കിത് നേരത്തെ അറിയില്ലായിരുന്നു, അന്ന് ആ 3-ാം മാസത്തെ ചടങ്ങ് തൊട്ടാണ് എനിക്ക് സംശയങ്ങൾ തുടങ്ങിയത്. കാരണം മുത്തശ്ശി ഒരിക്കലും വീഡിയോ കോളൊന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല, അന്ന് തൊട്ട് മുത്തശ്ശിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പിന്നീട് ഇവിടെ വന്നപ്പോൾ പല സമയങ്ങളിൽ ഞാനത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ പുറകെ ഒന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് ഞാൻ സത്യങ്ങളെല്ലാം അറിഞ്ഞത് എന്ന് നയന പറയും. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നീട് മുത്തശ്ശനെ കൊണ്ട് തന്നെ ഞാൻ സത്യങ്ങളൊക്കെ തുറന്ന് പറയിപ്പിച്ചു എന്ന് പറഞ്ഞ് ആ അമ്പലത്തിൽ പോയി സംസാരിച്ച കാര്യങ്ങളൊക്കെ പറയുന്നു. ഏതായാലും ഇതെല്ലാം കേട്ട് കഴിയുമ്പം ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ആദർശന്. അന്നേരം നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിക്കണം എനിക്കുണ്ടായിരുന്നു, പക്ഷേ മുത്തശ്ശൻ എന്നോട് പറഞ്ഞു ഇതൊന്നും അവനെ അറിയിക്കരുത്, സമയമാകുമ്പം ഞാൻ അറിയിച്ചോളാമെന്ന്. അങ്ങനെ ഒരു കരാറ് ഞാനും മുത്തശ്ശനും തമ്മിലുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ആദർശേട്ടനോട് ഇതൊന്നും പറയാതിരുന്നത് എന്ന് പറയുമ്പം ആദർശ് പറയും, അതേതായാലും നന്നായി, നീ എൻ്റെ മുത്തശ്ശനെയല്ലേ അനുസരിച്ചത്, അത് അങ്ങനെ അല്ലെങ്കിലേ ഞാൻ ദേഷ്യപ്പെടുവോളായിരുന്നു എന്ന് പറയുവാണ്. എന്നിട്ട് മുത്തശ്ശനെ കാണാൻ എനിക്ക് കൊതിയാവുന്നു, ഇപ്പം തന്നെ ഞാൻ പോയി എൻ്റെ മുത്തശ്ശനെ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പം ദേ വരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇങ്ങോട്ട് വന്നു കഴിയുന്നത് ഒരുപാട് സന്തോഷത്തോടെ ഓടി വന്ന് ആദർശനെ കെട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നാഗേന്ദ്രൻ എന്ന പേര് കേൾക്കുന്നത് ഇപ്പം മുത്തശ്ശിക്ക് പേടിയാണ്, അവൻ പണ്ടും പാമ്പിൻ്റെ സ്വഭാവമാണ്, ഇപ്പോഴും അതങ്ങനെ തന്നെയാണ് എന്ന് അറിയുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം രണ്ടുപേരും വീട്ടിലോട്ട് തിരിച്ചു വരണം. അതിനു മുമ്പ് നമ്മുടെ കുടുംബക്ഷേത്രത്തിലൊന്ന് പോകണം, അവിടെ വെച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാനുണ്ട് എന്ന് പറയുന്നു. അന്നേരം മുത്തശ്ശി ചോദിക്കും, ഇതെന്താ അപ്പോൾ ഈ കുട്ടികളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നില്ല എന്ന് ചോദിക്കുമ്പം ഉണ്ട്, അതിന് ചില സമയങ്ങളും ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്, അത് ഇവരോട് പറയാൻ വേണ്ടിയാണ് കുടുംബക്ഷേത്രത്തിലേക്ക് വരാൻ പറഞ്ഞത് എന്ന് പറയുന്നു. ഏതായാലും അവർ 4 പേരും ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ അതിനിടയ്ക്ക് അനിയുടെയും അവന്തികയുടെയും വിവാഹക്കാരിയും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം അനിയും നന്ദും ആകെ വിഷമിച്ച് രണ്ടുപേരൂടെ ഇതിനെപ്പറ്റിയൊക്കെ പറയുക കേട്ടോ, കല്യാണത്തെപ്പറ്റിയൊക്കെ പറയുവാണ്. അതിന് പറയുന്നുണ്ട്, എൻ്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെയായി പോയേ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ആരോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, എന്നിട്ടും എൻ്റെ ജീവിതത്തിലേക്ക് ആദ്യം വന്നവൾ എൻ്റെ ജീവനെടുക്കാൻ മാത്രം ധൈര്യമുള്ളവളായിരുന്നു. പിന്നീട് അവളെ ഒന്ന് ഇറക്കി വിട്ടപ്പോഴത്തേക്കും അടുത്തവൾ വരുന്നു, അങ്ങ് അയർലൻഡിൽ പോയി സ്വഭാവം നന്നാക്കി എന്നും പറഞ്ഞ്. പക്ഷേ എനിക്ക് അവളെ അത്ര വിശ്വാസം പോരാ, അവൾ ഈ കാണിക്കുന്നത് മൊത്തം അഭിനയമാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട് എന്ന് പറയും. അതിനുശേഷം അനി പറയുന്നുണ്ട്, ഞാൻ അവളെ ഒരിക്കലും
വിവാഹം കഴിക്കില്ല. ഇനിയിപ്പം എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി അവൾക്കൊരു മോതിരം ഇടേണ്ടി വന്നാൽ പോലും വിവാഹത്തിലേക്ക് ഞാനത് എത്തിക്കില്ല എന്ന് തന്നെ പറയുന്നു. ഏതായാലും നന്ദുവിനോട് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് നന്ദുവിനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് നേരെ നിവിൻ്റെ അടുത്തോട്ടാണ് ചെല്ലുന്നത്. നിവിനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അനി പറയുന്നുണ്ട്, എടാ ഈ വിവാഹ നിശ്ചയം നടക്കരുത്, അതുകൊണ്ട് നീ അനാമികയെ ഇങ്ങനൊരു നിശ്ചയം നടക്കുന്നുണ്ട് എന്ന് അറിയിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മുടങ്ങാനുള്ള ഒരു കാരണമാകുമല്ലോ എന്ന് പറയും. അന്നേരം നിവിൻ്റെ മനസ്സ് നമുക്കറിയാലോ. നിവിൻ അന്നേരം ചോദിക്കും, ഇത്ര നാളും നിനക്ക് എങ്ങനെയെങ്കിലും ഡിവോഴ്സ് കിട്ടിയാൽ മതിയായിരുന്നു, ഇപ്പം നീ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്, നിൻ്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്ക് അങ്ങനെ എൻ്റെ മനസ്സിൽ അങ്ങനെ ആരുമില്ല, പക്ഷേ ഈ വിവാഹം എനിക്ക് ഇഷ്ടമല്ല, അത് മുടക്കാൻ വേണ്ടിയാണ് ഞാൻ എന്നെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞത്, നീ എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പം ഞാൻ സഹായിക്കാൻ നോക്കാം, അനാമികയെ കാണട്ടെ, അവളോട് ഞാൻ സംസാരിക്കട്ടെ എന്നൊക്കെ പറയും. എന്നിട്ടിങ്ങനെ നവീൻ മനസ്സിൽ ഓർക്കുവാണേ, നിൻ്റെ മനസ്സിൽ ആരാണെന്നും നിനക്ക് ആരോടാണ് പ്രിയമെന്നും എനിക്കറിയാം, എൻ്റെ പെണ്ണിനോടല്ലേ, അതേതായാലും ഞാനങ്ങ് സാധിച്ചു തരികയില്ല എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. എന്നിട്ട് അനിയോട് പറയുവാണ്, ഞാൻ സഹായിക്കാൻ നോക്കാടാ, നീ ചെല്ലേന്ന്. അനി അങ്ങ് പോയി കഴിയുമ്പോൾ ഇത്തിരി ദേഷ്യത്തോടെ നിൽക്കുന്ന നിവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.